ബോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് ഒരു മട്ടൺ റോസ്റ്റ് ആണ് ഉണ്ടാക്കി കാണിക്കാൻ പോണത്. അതായത് അതിനായിട്ട് ഞാൻ ഇപ്പോൾ ഒരു 1/2 kg മട്ടൺ എടുത്തിട്ടുണ്ട്. ഈ മട്ടണിലേക്ക് കുറച്ച് ഉപ്പ്, മഞ്ഞൾപ്പൊടി, പിന്നെ 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും 1 ടീസ്പൂൺ ചില്ലി പൗഡറും ഇട്ട് ഞാൻ വച്ചിരുന്നതാണ്. ഇത് സെറ്റ് ചെയ്യാൻ വയ്ക്കേണ്ട ആവശ്യമില്ല. എനിക്കിത് നേരത്തെ കിട്ടിയതുകൊണ്ട് ഞാൻ അങ്ങ് മസാല ഇട്ട് ഫ്രിഡ്ജിൽ വച്ചിരിക്കുകയാണ്. അപ്പോൾ രാവിലെ എനിക്ക് കിട്ടിയതാണ്. അപ്പോൾ ഞാൻ രാത്രി ഉണ്ടാക്കാനായിട്ട് കുറച്ച് മാറ്റി മസാല ഇട്ട് വെച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ നിങ്ങൾ ഉടനെ വേണമെങ്കിൽ ഉടനെ ഉണ്ടാക്കാം. മസാല ഇട്ട് വച്ചിട്ട് കുറച്ച് നേരം സെറ്റ് ചെയ്യാൻ വെച്ചിട്ട് ഉണ്ടാക്കണമെങ്കിൽ അങ്ങനെ ഉണ്ടാക്കാം. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ഞാൻ കുക്കറിൽ വെച്ചാണ് റോസ്റ്റ് ഉണ്ടാക്കുന്നത്. ഞാൻ ഇപ്പോൾ അതിനായിട്ടൊരു കുക്കർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. കോക്കനട്ട് ഓയിലാണ് നല്ല ഫ്ലേവർ കിട്ടുന്നത്. നിങ്ങൾ പറ്റുമെങ്കിൽ കോക്കനട്ട് ഓയിൽ യൂസ് ചെയ്യുക. ഇതിൽ സവാള എടുത്തിട്ടുണ്ട്. നല്ല തിൻ സ്ലൈസായിട്ട് നേരെ ഒന്ന് കീറി വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് ചൂടായ ഓയിലിലേക്ക് ഇടാം. ഞാൻ 2 ലാർജ് സൈസാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾ മീഡിയം സൈസാണെങ്കിൽ 3 എടുക്കുക. ഇത് നമുക്ക് നല്ലപോലെ ബ്രൗൺ ആകുന്ന വരെ ഒന്ന് ഫ്രൈ ചെയ്യണം. അതിനായിട്ട് ആവശ്യത്തിന് ഉപ്പിടാം. നമുക്ക് ഉപ്പ് മട്ടനിൽ ഇട്ട് വെച്ചിട്ടുണ്ട്, അതുകൊണ്ട് കുറച്ചിടുക. ഇത് ശകലം ഫ്രൈ ആയിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ക്രഷ് ചെയ്താണ്. നിങ്ങൾ പേസ്റ്റ് ആണെങ്കിൽ പേസ്റ്റ് ഇടാം. നമുക്ക് നേരത്തെ മട്ടനിൽ 1 ടീസ്പൂൺ ഇട്ടിട്ടുണ്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്. ഇപ്പോൾ ഞാൻ 1 ടേബിൾ സ്പൂൺ ഇടുകയാണ്. നല്ല ബ്രൗൺ ആകണ വരെ നമുക്കൊന്ന് ഫ്രൈ ആക്കാം. നമുക്കെല്ലാം നല്ലപോലെ ഫ്രൈ ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഇടയ്ക്ക് അല്പം ഓയിൽ ഒഴിക്കാം, പക്ഷെ ഞാൻ ഒഴിച്ചില്ല. എനിക്കത് കറക്റ്റായിരുന്നു. ഇതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി ഇടാം. ഒരു 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി കൂടെ ഇടുന്നുണ്ട്, കളറിനാണ്. നിങ്ങളുടെ അടുത്ത് ഇല്ലെങ്കിൽ സാധാരണ മുളക് പൊടി അല്പം കൂടുതൽ ഇട്ടാൽ മതിയാകും. 1 ടീസ്പൂൺ മല്ലിപ്പൊടി ഇടുന്നുണ്ട്. മല്ലിപ്പൊടി നമുക്ക് കൂടുതൽ ഇടണ്ട, റോസ്റ്റിന് മല്ലിപ്പൊടി കുറച്ചാണ് ഇടേണ്ടത്. ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല ഇടുന്നുണ്ട്. ഞാൻ മുളക് നേരത്തെ ഇട്ടായിരുന്നു. നമ്മുടെ മട്ടനിൽ 1 ടീസ്പൂൺ ഇട്ടിട്ട് നേരത്തെ സെറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അതിൽ പിന്നെ മട്ടനിൽ 1 ലെമൺ ജ്യൂസ് കൂടെ ഒഴിച്ചിട്ടുണ്ട് ഞാൻ. കുറച്ചുകൂടെ നമുക്ക് മട്ടൺ നല്ല സോഫ്റ്റ് ആകാൻ വേണ്ടിയിട്ടാണ്. ഇത് നമുക്ക് ഒന്ന് മൊരിയണവരെ ഒന്ന് ഫ്രൈ ചെയ്യാം. നമ്മുടെ മസാല മൊരിഞ്ഞിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് സെറ്റ് ചെയ്യാൻ വെച്ചിരിക്കുന്ന മട്ടൺ കൂടെ ഇടാം. ഇതിൽ 1 ലെമണിൻ്റെ ജ്യൂസും 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, 1 ടീസ്പൂൺ ചില്ലി പൗഡർ, അല്പം ഉപ്പും മഞ്ഞളും അത്രേ ഇട്ടിട്ടുള്ളൂ. ഞാൻ പിന്നെ റോസ്റ്റിന് ടൊമാറ്റോ എടുക്കാറില്ല. നിങ്ങൾക്ക് ടൊമാറ്റോ ഇഷ്ടമാണെങ്കിൽ എടുക്കാം. ചിലർ എടുക്കാറുണ്ട്, പക്ഷെ ഞാൻ റോസ്റ്റിന് ടൊമാറ്റോ എടുക്കാറില്ല. നമുക്കിനി ഇത് കുറച്ച് ഒരു 5 മിനിറ്റ്സ് നല്ലപോലെ ഒന്ന് ഇതുമായിട്ട് ഒന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ നമ്മുടെ മട്ടൺ എല്ലാം മസാലയിൽ ഒന്ന് മിക്സായി നല്ല മണം വരുന്നുണ്ട്. ഇപ്പോൾ തന്നെ ചെറുതായിട്ടൊന്ന് അത് റോസ്റ്റ് ആയതുപോലെ ആയിട്ടുണ്ട്. ഇനി നമുക്ക് കുക്കർ അടച്ച് വെച്ച് ലോ ഫ്ലെയിമിൽ, ഞാനിപ്പോൾ ഒരു 4 വിസിലാണ് വയ്ക്കാൻ പോണത്. നിങ്ങൾക്കറിയാം നിങ്ങളുടെ മട്ടൻ്റെ വേവ്, അതനുസരിച്ച് നിങ്ങൾ വയ്ക്കാം. ഞാനിപ്പോൾ ഒരു 4 വിസിൽ ലോ ഫ്ലെയിമിൽ വയ്ക്കാൻ പോകണം. അപ്പോൾ നമുക്കിതിൽ ഒന്നും ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. വെള്ളം ഇതിൽ വരും, ഇതിൽ നിന്ന് വെള്ളം മൂറി വരും. അതുകൊണ്ട് വെള്ളത്തിൻ്റെ ആവശ്യമില്ല. എന്നാൽ ഒരു 1/4 കപ്പ് ഞാൻ ആ മട്ടൺ വച്ചിരുന്ന ആ പാത്രം വാഷ് ചെയ്ത് ഒരു 1/4 കപ്പിൻ്റെ വെള്ളം ഒഴിക്കുന്നുണ്ട്. കുറച്ച് ഒരു 1/4 കപ്പ് ആവശ്യമില്ല, വേണമെങ്കിൽ ഒഴിക്കാം. അപ്പോൾ ഇനി ഇത് അടച്ച് വെച്ച് ഒരു 4 വിസിൽ നമുക്ക് കേൾപ്പിക്കാം. ഇപ്പോൾ എൻ്റെ പ്രഷർ പോയിട്ടുണ്ട്. നമുക്ക് കുക്കർ ഒന്ന് തുറന്ന് നോക്കാം. നല്ല ടേസ്റ്റി ആയിട്ട് നല്ല സെറ്റായിട്ടുണ്ട്. എന്നാലും നമുക്ക് കുറച്ചുകൂടെ ഒന്ന് ഡ്രൈ ആക്കി എടുക്കാം. നിങ്ങൾക്ക് ഇങ്ങനെ എടുക്കണമെങ്കിൽ ഇങ്ങനെ എടുക്കാം. ഞാൻ ഇപ്പോൾ കുറച്ച് ഒരു ശകലം കൂടെ ഒന്ന് ഡ്രൈ ആക്കി എടുക്കുകയാണ്. ഡ്രൈ ആക്കിയിട്ട് ഇതിലൊരു കുറച്ച് കറിവേപ്പിലയും മല്ലിയിലയും വിതറി നമുക്ക് മാറ്റാം. നിങ്ങൾക്ക് ഇങ്ങനെ മതിയെങ്കിൽ മതിയാക്കാം. ഇപ്പോൾ നിങ്ങൾ ഉപ്പ്, ഞാൻ ടൊമാറ്റോ ഇട്ടിട്ടില്ല. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ പുളി കൂടുതൽ വേണമെങ്കിൽ ടൊമാറ്റോ കട്ട് ചെയ്തിടാം, അല്ലെങ്കിൽ കുറച്ച് വിനീഗർ ഒഴിച്ചാലും മതിയാകും. എനിക്കിപ്പോൾ എല്ലാം കറക്റ്റാണ്. ഞാനിപ്പോൾ ഒന്നും ഇടണില്ല. കുറച്ചൊന്ന് ഡ്രൈ ആക്കി മാത്രം എടുക്കാൻ പോവുകയാണ്. നമ്മുടെ ടേസ്റ്റിയായ മട്ടൺ റോസ്റ്റ് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. നിങ്ങൾ വെള്ളം വേണമെങ്കിൽ ഒരു 1/2 കപ്പ് ഒഴിച്ച് നിങ്ങൾ കുക്കറിൽ വയ്ക്കുകയാണെങ്കിൽ കറക്റ്റായിരിക്കും. സംടൈംസ് നിങ്ങൾക്ക് താഴെ പിടിക്കുകയാണെങ്കിൽ മൊത്തം ടേസ്റ്റ് മാറിപ്പോവും. അപ്പോൾ അതുകൊണ്ട് ഒരു 1/2 കപ്പ് വെള്ളം ഒഴിച്ച് നിങ്ങൾ കുക്ക് ചെയ്യുക. പിന്നെ ഞാൻ ടൊമാറ്റോ എടുത്തിട്ടില്ല. നിങ്ങൾ കുക്കർ ഓപ്പൺ ചെയ്യുമ്പോൾ പുളിയുടെ അംശം കുറവാണെങ്കിൽ നിങ്ങൾ ഒരു ടൊമാറ്റോ കട്ട് ചെയ്തിട്ട് കുറച്ച് ഡ്രൈ ആക്കി എടുക്കുക. ഞാൻ ഇപ്പോൾ ഇങ്ങനെ എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് കുറച്ചുകൂടെ ഡ്രൈ ആക്കണമെങ്കിൽ കുറച്ചുകൂടെ ഡ്രൈ ചെയ്യാം, അല്ലാതെ ഇങ്ങനെ എടുക്കണമെങ്കിൽ ഇങ്ങനെ എടുക്കാം. അപ്പോൾ എല്ലാവരും നിങ്ങൾ ട്രൈ ചെയ്യുക.
ഞങ്ങളുടെ മനേറാസ് ബോക്സ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ ഞാനിപ്പോൾ എൻ്റെ സോഫ്റ്റ് ചപ്പാത്തിയുടെ കൂടെയാണ് ഇത് എടുക്കാൻ പോകുന്നത്. നല്ല സോഫ്റ്റ് ലെയർ ചപ്പാത്തിയാണ്. ആയിട്ട് നമുക്കൊന്ന് എടുക്കാം. താങ്ക് യു.